രണ്ട് ഫെഡിക്ക് അറിയാം ഇത് അടി കിട്ടിയതാണെന്ന്. അതുകൊണ്ടാണ് ട്രേഡ് ടോക്സിന്റെ മുമ്പിൽ ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് H1B വിസമായിട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം, ഈ $1,00,000 എന്നുള്ള സംഭവം മാറ്റണം, മറ്റുള്ള സംഭവങ്ങൾ മാറ്റണം. അപ്പോൾ അതിനകത്ത് അവർക്ക് ആവശ്യമുള്ള, അതായത് നല്ല ടാലൻ്റ് ആയിട്ടുള്ളവരെ മാത്രം മതി, ബാക്കിയുള്ളവനൊന്നും വേണ്ട. മനസ്സിലാക്കുക, ഡൽഹി സിറ്റി ആണെങ്കിലും ബാംഗ്ലൂർ സിറ്റി ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും ഇന്ത്യയിലെ സിറ്റികളിൽ 2 ടയർ 3 ടയർ സിറ്റികളിലുള്ളവർക്ക് അടി കിട്ടി. ഇനി ഈ പോക്ക്, അതായത് റിന്യൂവലും പോക്കും, ഇന്ത്യ അമേരിക്ക ബന്ധം പഴയ രീതിയിൽ വന്നില്ല എങ്കിൽ തിരിച്ചു വരുന്നില്ല. രണ്ടാമത്തെ അടിയും ശ്രദ്ധിച്ചോണം. നിങ്ങൾക്കറിയാം, ഗ്രീൻ കാർഡ് ഹോൾഡർ, അതായത് ഏറ്റവും കൂടുതൽ അമേരിക്കയിലുള്ള ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യക്കാരാണ്. പക്ഷെ പുതിയ ന്യൂ ഇയർ സമ്മാനം, പുതിയ വർഷത്തെ സമ്മാനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മോദിക്കും ഇന്ത്യക്കോട് നേരിട്ട് പല വാർത്തകൾ വരാൻ തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഗുജറാത്തികളെയാണ്. അവരിനി ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് വെക്കേഷനും പരിപാടികളും മറ്റു പല കല്യാണങ്ങളും അതും ഇതിനൊക്കെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ബയോമെട്രിക്കും മറ്റുള്ള പരിപാടികളും ഒക്കെ പൂർണ്ണമായിട്ടും അമേരിക്കൻ എംബസി പോയി വെറ്റ് ചെയ്യണം. അതായത് കംപ്ലീറ്റ് മുഴുവനും എടുക്കണം. 25, 30 വർഷം 20 വർഷമൊക്കെയുള്ള ഈ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെ ഇതുണ്ടാകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്നുള്ള ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ഗുജറാത്തികളും IT-യും മറ്റുള്ള ബിസിനസ്സും പരിപാടികളൊക്കെ ചെയ്യുന്നവരാണ്. എങ്ങനെ ഏറ്റവും കൂടുതലുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, അമേരിക്കൻ ഹൈവേയിൽ കൂടെയും സിറ്റിയിൽ കൂടെയും യാത്ര ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മോട്ടൽസ് റോഡിൻ്റെ ഹൈവേയുടെ സൈഡിലായിട്ട് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ള ഗുജറാത്തികളാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഏകദേശം ഒരു 40 മുതൽ 50% അമേരിക്കൻ ഹൈവേയിലെയും സിറ്റിയിലെയും ഹോട്ടൽസ്, അതായത് മോട്ടൽസ്, അത് ഇവരുടേതാണ്. അതായത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയായ ഗുജറാത്തികളുടെയാണ്. അവരാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അവരാണിത് സക്സസ്ഫുൾ ബിസിനസ്സുകാരും കൂടെയാണ്. അപ്പം അതിൻ്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്, അതിനെ സഹായിക്കാൻ വേണ്ടി ഇവിടുന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുപോകും. പിന്നീട് അവർക്ക് ഗ്രീൻ കാർഡൊക്കെ കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഗ്രീൻ കാർഡ് കിട്ടുന്നത് മാറി അത് അവിടുത്തെ സിറ്റിസണാകും. പക്ഷെ അവിടുത്തെ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ ഇവരുടെ ആ സാലറി, ഇവർ കൊടുക്കുന്ന ആ സാലറി വെച്ചുകൊണ്ട് അവർക്കത് റൺ ചെയ്യാൻ പറ്റത്തില്ല.